കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 23, 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. കപട നാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങളവനെ നിങ്ങളുടെ ഇരട്ടി നരക സന്തതിയാക്കി തീർക്കുന്നു. അന്ധരായ മാർഗദർശികളെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പറയുന്നു, ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരും മൂഢരുമായവരെ, ഏതാണ് വലുത്, സ്വർണമോ, സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ? നിങ്ങൾ പറയുന്നു, ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, എന്നാൽ ബലിപീഠത്തിലെ കാഴ്ച വസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരെ, ഏതാണ് വലുത്, കാഴ്ചവസ്തുവോ, കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ? ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു. ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പൗലോസ്ലിഹ തെസ്സലോനി സഭയെ അഭിനന്ദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ എന്തിനാണ് ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നത്? എന്തിനാ ഇത്രയും ദുരിതങ്ങളൊക്കെ എടുക്കുന്നത്? എന്തിനാ ഇത്രയും ഞെരുക്കങ്ങളും ഇത്രയും അധ്വാനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഉത്തരങ്ങൾ അതിനകത്തുണ്ടാകും. മക്കൾക്ക് വേണ്ടിയാണ് സഹിക്കുന്നത് വെച്ചാൽ കുടുംബത്തിന് വേണ്ടിയാണ് സഹിക്കുന്നത്. കുടുംബം ഒരു നല്ല നിലയിലാകാൻ വേണ്ടിയിട്ടാണ്, മക്കളൊക്കെ ഒരു ജീവിതം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പാട് സഹനമൊക്കെ എടുക്കുന്നതെന്ന് പറയും. ലൗകികവും ഭൗതികവുമായ കഷ്ടപ്പാടുകൾക്കും ഉപരി നിൽക്കുന്ന ഒരു കഷ്ടപ്പാടിനെ കുറിച്ച് പൗലോസ്ലിഹ പറയുകയും അങ്ങനെ കഷ്ടപ്പാടുകൾ സഹിച്ച തെസ്സലോനി സഭയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതാണ് ആദ്യ വായന. പൗലോസ്ലിഹ പറയാണ്, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി എടുക്കുന്ന കഷ്ടപ്പാടുകളെ ഓർത്ത് ഞങ്ങൾ നിങ്ങളെ കുറിച്ച് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്ന കഷ്ടപ്പാടും സഹനങ്ങൾക്കും ഉപരിയായി നിൽക്കുന്ന ദൈവരാജ്യത്തെ പ്രതിയുള്ള കഷ്ടപ്പാടുകൾ എടുക്കുന്നതിലാണ് സ്വർഗം നമ്മളെക്കുറിച്ച് അഭിമാനിക്കുന്നത്. അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിനെ കുറിച്ചുള്ള ഒരാലോചന നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോഴാണ് സ്വർഗത്തെ പ്രതിയും നമ്മൾ കഷ്ടപ്പാടുകൾ സഹിക്കുക. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, സ്വർഗരാജ്യം പണിയേണ്ട നിയമജ്ഞരും ഫരിസേയരെയും കർത്താവ് ശകാരിക്കുകയും ശപിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ദുരിതമെന്നാ. നിയമജ്ഞരെ, ഫരിസേയരെ, എല്ലാത്തിൻ്റെ ആദ്യ വാക്യം നമ്മൾ വായിച്ചാൽ കാണാൻ പറ്റും, നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. കാരണം എന്താ? ഒരു സ്വർഗം പണിയേണ്ടവരാണ്, സ്വർഗരാജ്യം പണിയേണ്ടവരാണ്. പക്ഷേ അവരെ കപടനാട്യക്കാരെ എന്നാണ് വിളിച്ചത്. അതായത് യഥാർത്ഥത്തിൽ സ്വർഗം പണിയാൻ, സ്വർഗരാജ്യം പണിയാൻ വിളിക്കപ്പെട്ടവർ സ്വർഗരാജ്യം പണിയുന്നതിന് പകരം കപടനാട്യക്കാരെ പോലെ, അതായത് അഭിനയിക്കാൻ പറ്റും നമുക്ക്. സ്വർഗരാജ്യത്തിലാകുന്നത് പോലെ, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്നത് പോലെ ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ സ്വർഗരാജ്യം പണിയുന്നത് പോലെയൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ വിളി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സ്വർഗം പണിയാന്നുള്ളതാണ്. അതിപ്പോൾ എൻ്റെ കുടുംബത്തിലാണെങ്കിലും സമർപ്പണ ജീവിതത്തിലാണെങ്കിലും ഏത് ജീവിത വിളിയിലാണെങ്കിലും ആ വിളിയുടെ ഏറ്റവും ഉന്നതമായ ഉത്തരവാദിത്വ ദൗത്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സ്വർഗം പണിയാന്നുള്ളതാണ്. അപ്പോൾ നിയമജ്ഞരെയും ഫരിസേയരെയും കർത്താവ്
കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെയൊക്കെ വിളി ഈ ഭൂമിയിൽ സ്വർഗം പണിയുക എന്നതായിരിക്കെ നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത്. എന്താ? ആദ്യം അവരോട് പറഞ്ഞെന്നാണെന്നറിയാവോ? നിങ്ങൾ സ്വർഗം പണിയുന്നതിന് പകരം, സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നതിന് പകരം ഇവരുടെ മുമ്പിൽ സ്വർഗം അടച്ചു കളയുകയാണ്. നമ്മൾ പറയാറില്ലേ, പട്ടി ഒട്ടു പുല്ല് തിന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറയുന്ന പോലെ കർത്താവ് പറയാണ്, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ പ്രവേശിക്കാനൊട്ട് അനുവദിക്കുന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് എത്രയോ പേര് ഈ സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. നമ്മുടെ തീരുമാനം കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളെ നരകതുല്യമാക്കി മാറ്റാൻ നമുക്ക് പറ്റും. നമ്മൾ വസിക്കുന്നിടത്തെ നരകതുല്യമാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങളെ നമ്മുടെ സ്വഭാവം കൊണ്ടും നമ്മുടെ തീരുമാനം കൊണ്ടും നമ്മുടെ അഹങ്കാരം കൊണ്ടും നമ്മുടെ സ്വാർത്ഥത കൊണ്ടും ദൈവരാജ്യത്തിൻ്റെ സ്വഭാവശുദ്ധി സൂക്ഷിക്കാത്തത് കൊണ്ട് നരകതുല്യമായ അനുഭവത്തിലിടാൻ പറ്റും. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ സ്വർഗം അടച്ചു കളയുന്നു, നിങ്ങളോ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ അനുവദിക്കുന്നുമില്ല. എന്നിട്ട് പറയുകയാണ്, രണ്ടാമത് കർത്താവ് പറഞ്ഞതാണ്, കപടനാട്യക്കാരെ, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം, കാരണം നിങ്ങൾ മറ്റുള്ളവരെ നരകത്തിന് അർഹരാക്കി മാറ്റുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കേണ്ടവരാണ് ഇവർ. സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള വിളിയാണുള്ളത്. അതിന് പകരം കർത്താവ് പറയാണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവരെ നിങ്ങൾ നരകത്തിന് അർഹരാക്കി മാറ്റുന്നു. അത് അതിനേക്കാൾ അപകടകരമായ അവസ്ഥയാണ്. നമ്മുടെ ജീവിതവും ജീവിത മാതൃകയും കൊണ്ട് അവരെ നരകതുല്യമായ ജീവിതത്തിന് അർഹതയുള്ളവരാക്കി തീർക്കാൻ പറ്റുമെന്നാണ് പറയുക. എന്നിട്ട് മൂന്നാമത് പറഞ്ഞത് എന്നാണെന്നറിയാവോ? ഏറ്റവും ശക്തമായൊരു ഭാഷയിൽ കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗോന്മുഖരായി ജീവിക്കേണ്ട നമ്മൾ, സ്വർഗരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പാടുകളേക്ക് സഹിക്കുകയും ചെയ്യേണ്ട നമ്മൾ, അതിനേക്കാളും വില കുറഞ്ഞ ചില കാര്യങ്ങളുടെ മീതെ നമ്മുടെ ജീവിതത്തെ ഉടക്കിടുന്നൊരവസ്ഥ. ഇവർ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്, ഈ നിയമജ്ഞരും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കല്ല, മറിച്ച് അതിനേക്കാളും വില കുറഞ്ഞവയ്ക്ക്. അപ്പം അതിനേക്കാളും വില കുറഞ്ഞവയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ഏറ്റവും ഉന്നതമായ ലക്ഷ്യം മറന്നു പോകാൻ ഇവരുടെ നിയമജ്ഞരുടെയും ഫരിസേരും, ഇവരാണല്ലോ മോശയുടെ സിംഹാസനത്തിൽ ഇരുന്ന് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവർ. അപ്പോൾ ഏറ്റവും ഉന്നതമായ വിഷയങ്ങളിൽ നിന്നും ഇവരുടെ ശ്രദ്ധ പിന്തിരിപ്പിച്ചിട്ട് വില കുറഞ്ഞവയിലേക്ക്, ലൗകികമായതിലേക്ക്, ലോകത്തിൻ്റെതായതിലേക്ക്, മനുഷ്യൻ്റെ പ്രശംസയിലേക്ക്, അംഗീകാരത്തിലേക്ക് ഒക്കെ ഇവരുടെ മനസ്സിനെ തിരിക്കുകയും അങ്ങനെ സ്വർഗോന്മുഖരായി ജീവിക്കേണ്ടതിന് പകരം ലൗകിക വിജ്ഞാനത്തോടും ആഗ്രഹത്തോടും കൂടി ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഈ നിയമജ്ഞരെ പരിസരം നിങ്ങൾക്ക് ദുരിതമെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒക്കെ ഓരോ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിളി എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗം പണിയുക എന്നുള്ളതാണ്. ഇനി സ്വർഗം പണിതില്ലേലും ദയവായിട്ട് നരകം പണിയരുത് എന്നുള്ള സന്ദേശം കൂടി ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല, സ്വർഗോന്മുഖരായി ജീവിക്കുന്നവരെ ദയവായിട്ട് ആ വഴിയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യരുത്. നരകതുല്യമായ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചുവിടരുതെന്ന് പറഞ്ഞാൽ, ചിലരൊക്കെ നല്ല ആത്മീയ ജീവിതം നയിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ, പ്രാർത്ഥനാ ജീവിതം നയിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ സ്വർഗീയ അനുഭവത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, യേശുവിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാനും പ്രാർത്ഥനയുടെ ജീവിതം നയിക്കാനും ഈ സ്വർഗരാജ്യത്തെ പ്രതി കഷ്ടപ്പാടുകൾ സഹിക്കാനും സുവിശേഷത്തിന് വേണ്ടി ജീവിതത്തിൽ സഹനങ്ങൾ എടുക്കാനൊക്കെ തയ്യാറാകുന്നവർ, ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടും നമ്മുടെ സാന്നിധ്യം കൊണ്ടും പിന്തിരിപ്പിക്കരുത്. സ്വർഗീയോന്മുഖ വഴിയിൽ നിന്നും പിന്തിരിപ്പിക്കരുതെന്നും കൂടിയാണ് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് ഇത് വളരെ ശക്തമായ ഒരു ഭാഷയിലാണ് ഈശോ സംസാരിക്കുന്നത്. നമ്മുടെ വിളിയും നമ്മുടെ ദൗത്യവും മറന്നു പോകരുത് എന്നുള്ള ഏറ്റവും കാതലായ സന്ദേശമാണ് ഇന്നത്തെ വായനകൾ നമുക്ക് തരിക. അതുകൊണ്ട് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവളുടെ കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.